ചെയ്യുന്നത് 2പാസ് അസംബ്ലറിൻ്റെ ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഓപ്റ്റാബും സിംഡാബുമാണ്. ഓപ്റ്റാബിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഓപ്പ് കോഡില്ലേ, ഇപ്പോൾ ആഡ്, സബ്, മള്ള്, STL അങ്ങനെയുള്ള ഓപ്പ് കോഡും അതിൻ്റെ മെഷീൻ ലാംഗ്വേജ് ഇക്വലൻ്റ് വാല്യൂ ആണ് ഓപ്റ്റാബിൽ സൂക്ഷിക്കുന്നത്. ഓപ്റ്റാബ് ഒരു സ്റ്റാറ്റിക് ടേബിളാണ്. അതിനകത്ത് ഈ ഓപ്പ് കോഡും അതിൻ്റെ മെഷീൻ ലാംഗ്വേജ് ഇക്വലൻറ്റും ഉണ്ടാവും. ചില ഓപ്റ്റാബുകളിൽ ആ ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് ഇല്ലേ, അത് ഏത് ഫോർമാറ്റ് ടൈപ്പാണ്, അതിൻ്റെ ലെങ്ത്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പാസ് 1 ഓപ്റ്റാബ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓപ്പ് കോഡ് നമ്മുടെ പ്രോഗ്രാമിൽ എഴുതിയേക്കുന്ന ഓപ്പ് കോഡ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. പാസ് 2 നമുക്ക് ആ ഒബ്ജക്റ്റ് കോഡ് ജനറേഷന് വേണ്ടിയിട്ട് ആ മെഷീൻ ലാംഗ്വേജ് ഇക്വലൻ്റ് വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഓപ്റ്റാബിനെ പറ്റി പറയാനുള്ളത്. ഇനി സിംഡാബ് നോക്കാം. സിംഡാബ് എന്ന് പറയുന്നതിനകത്ത് ആ സിമ്പലിൻ്റെ നെയിമും ആ അഡ്രസ്സുമായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത്. ഇത് കൂടാതെ ഒരു ഫ്ലാഗും ഉണ്ടാവും. ഫ്ലാഗ് എന്തിനാണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സിമ്പിൾ ഡെഫിനിഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഗ് വാല്യൂം കീപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, പാസ് 1 2പാസ് അസംബ്ലറിൻ്റെ പാസ് 1 സിംഡാബ് കൺസ്ട്രക്ഷൻസ് ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഏതെങ്കിലും ലേബൽ ഫീൽഡിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ലേബലും കറസ്പോണ്ടിങ് ലൊക്കേഷൻ കൗണ്ടറും സിംഡാബിലോട്ട് എൻ്റർ ആവും. പാസ് 2 ഒബ്ജക്റ്റ് കോഡ് ജനറേഷനിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നാൽ അതിൻ്റെ ഓപ്പറാൻഡിൻ്റെ വാല്യൂ നമ്മൾ സിംഡാബിൽ സെർച്ച് ചെയ്തിട്ട് അവിടുന്ന് ആ അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പാസ് 2 നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സിംഡാബ് എന്ന് പറയുന്നത് ഡൈനാമിക് ടേബിളാണ്. സാധാരണയായിട്ട് ഹാഷ് ടേബിളായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. ഇത് കൂടാതെ വേറൊരു ഡാറ്റ സ്ട്രക്ചറും കൂടി 2പാസ് അസംബ്ലർ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ലൊക്കേഷൻ കൗണ്ടർ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷനുകൾക്ക് അഡ്രസ്സുകൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ നോർമൽ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ 3 വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനിലും കൂട്ടുന്നത്. അസംബ്ലർ ഡയറക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് വേർഡ് ആണെങ്കിൽ 3, ബൈറ്റ് ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, റിസർവ് വേർഡ് ആണെങ്കിൽ ഹൗ മെനി വേർഡ്സ് വി ആർ റിസർവിങ് ഇൻറ്റു 3, ദെൻ റിസർവ് ബൈറ്റ് ആണെങ്കിൽ ഹൗ മെനി ബൈറ്റ്സ്, നമ്മൾ എത്ര ബൈറ്റാണോ റിസർവ് ചെയ്തിരിക്കുന്നത് അത്രയും ബൈറ്റ് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ ഇത്രയുമാണ് നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ പറ്റി, ഒരു അസംബ്ലറിൻ്റെ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ്